എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസം ട്രേഡ് എടുക്കാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഷെയറുകളാണ്. ഇന്നലെ മാർക്കറ്റ് ഹെവി ആയിട്ട് ഡൗൺ ആയിരുന്നല്ലോ. നിഫ്റ്റി 300 പോയിൻറ്റ്, സെൻസെക്സ് 1000 പോയിൻറ്റ് എന്ന ഹെവി ഡൗൺ ഫോളായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് കവറിങ് ഏറി നിൽക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് വളരെ സൂക്ഷിച്ചാണ് ട്രേഡ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഞാനും ട്രേഡ് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുത്ത ഷെയറുകളുണ്ട്. പക്ഷേ ഇന്ന് അത്ര റിസ്ക് എടുക്കുന്നില്ല എന്ന് വെച്ച് ചെറിയ ചെറിയ പ്രോഫിറ്റും ചെറിയ ചെറിയ സ്റ്റോപ്പ് വെച്ചാണ് ട്രേഡ് എടുത്തത്. അപ്പോൾ ഇന്നലത്തെ ഈ ഷെയറിനകത്ത് ആവറേജിൽ വന്നിട്ട് താഴെ പോകാൻ ചാൻസ് ഉള്ള ഷെയറുകളായിരുന്നു ഇതെല്ലാം. ഇതിലൊരു 4 ഷെയർ നമുക്ക് ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ നിന്നും അതുപോലെ R1 R2 റേഞ്ചിൽ നിന്നും താഴെ പോകാൻ ചാൻസ് ഉള്ള ഒരു 4-5 ഷെയർ കിട്ടി. അപ്പം നോർമൽ ചെയ്യുന്ന ട്രേഡ് ചെയ്യാൻ പറ്റി. പക്ഷേങ്കിൽ നമ്മൾ ഇച്ചിരി സൂക്ഷിച്ചാണ് ഇന്ന് ട്രേഡ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഷോർട്ട് കവറിങ് പോലെ വരുമോ എന്നൊക്കെയാണ് പേടിയുണ്ടായിരുന്നു വലിയ ഹെവി ആയിട്ട്. പക്ഷേങ്കിൽ ഉദ്ദേശിച്ച രീതി വന്നില്ല. 100 പോയിൻറ്റ് പ്ലസ്സാണ്. ഷെയറുകളെല്ലാം കുറച്ച് കയറിയിട്ടുണ്ട്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നാളെ മാർക്കറ്റ് വീണ്ടും തിരിച്ചിറങ്ങുമെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. പിന്നെ അറിയില്ല, നമ്മളെ ഒരു ഊഹമാണ്. നാളെ ചിലപ്പോൾ ഇച്ചിരി ഹൈ ഓപ്പണായിട്ട് തിരിച്ച് വീണ്ടും മാർക്കറ്റ് ഇറങ്ങുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ട്രേഡിങ്ങിന് കിട്ടിയ ഷെയറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓയിൽ ഇന്ത്യയുടെ ആവറേജ് 375-77 അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് അത് ട്രേഡ് എടുത്തതെന്ന്. ഓയിലിൻ്റെ ഓപ്പണിങ്ങൊക്കെ ഓപ്പണിങ്ങിൽ ഈ ഇത് കണ്ടില്ല 380 റേഞ്ച് വരെ പോയിട്ട് നമ്മൾ 375 റേഞ്ചിന് താഴെ നമ്മൾ എൻട്രി എടുക്കും. അവിടെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് 366 വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അത് ഇവിടെ ഒരു 10 രൂപ പോയി നമുക്ക് ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റി. അതിന് ശേഷം അത് വീണ്ടും ഹൈ പോയി. പക്ഷേ പിന്നീട് നോക്കിയാൽ 374-75 റേഞ്ചിൽ അത് സെറ്റായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ അത് അധികം ഇറങ്ങിയില്ല. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു എൻട്രി നമുക്ക് നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഹിന്ദു ഓയിൽ എക്സ്പ്ലോറേഷൻ അതിൻ്റെ ആവറേജ് 180-60 ആണ്. അപ്പോൾ അതിനകത്ത് നോക്കാം. ഓപ്പണിങ്ങിൽ 181 റേഞ്ച് വന്നിട്ട് 180-60 താഴെയൊക്കെ പോകും. 180 റേഞ്ചിലൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് 175. ഇന്ന് പ്രത്യേകം നമ്മൾ സൂക്ഷിച്ച് ചെയ്യണമെന്ന് പറയുന്നത് അധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുമായിരുന്നു. വീണ്ടും വന്ന് ജസ്റ്റ് ഹൈയുടെ മുകളിൽ വന്നു. വീണ്ടും അത് 80 താഴെ പോകുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. 80 താഴെ പോകുമ്പോൾ ചാൻസ് എടുത്താൽ വീണ്ടും 78-77 ആ റേഞ്ചിലോട്ടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കീരി ഇൻഡസ്ട്രീസ് ഇന്നലത്തെ ആവറേജ് 422 അത് ഈ റേഞ്ചിൽ 423 വരെ പോയി. ഹൈ പോയിട്ട് 422 താഴെ 421 ആ റേഞ്ചൊക്കെ വരും. നമ്മൾ എൻട്രി എടുത്താൽ 405 റേഞ്ച് വരും. ഏകദേശം നമുക്ക് 15-16 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം MK എന്ന് പറയുന്ന ഷെയർ MKയുടെ ആവറേജ് 146-36 149 വരെ പോയി. നമ്മൾ 146 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ ഒരു എത്ര വരെ പോകും? 141 വരെ പോകും. ഏകദേശം 5-6 രൂപ. ചെറിയ ഷെയറല്ലേ, അപ്പോൾ അതിനകത്ത് നല്ല പ്രോഫിറ്റാണ്. 5-6 രൂപ എന്ന് പറയുമ്പോൾ 5-6ൻ്റെ ആവശ്യമില്ല. നമുക്കൊരു 3 രൂപ 4 രൂപ ആ റേഞ്ചിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഇതായിരുന്നു നമുക്ക് ആവറേജായും തന്നിരുന്നത്. അതിന് ശേഷം
R1 R2 അറേഞ്ച് ചെയ്തൊക്കെ തന്നിട്ടുള്ള ക്യാപിറ്റൽ ട്രസ്റ്റ്. R1 നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുത്ത് ഇപ്പോൾ ഒരു 121 റേഞ്ച് എൻട്രി എടുത്താൽ 117 റേഞ്ച് വരുന്നത്. പിന്നീട് വന്നിട്ട് ജസ്റ്റ് വീണ്ടും ഹൈ അടിക്കുന്നുണ്ട്. ഹൈ അടിച്ചിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുക്കും. നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. ഇപ്പോൾ 121 നമ്മൾ എൻട്രി 121 20 എൻട്രി എടുത്താൽ നമുക്ക് 122 1 രൂപ പോലും ഇല്ല. നമ്മളിവിടെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ലെവലിന് താഴെ വന്നു. എൻട്രി എടുത്താൽ 121 നിന്ന് 113 ലാസ്റ്റ് ടൈം 111 വരെ വന്നു. നല്ല പ്രോഫിറ്റ്, 10 രൂപയിൽ കൂടുതൽ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഗുജറാത്ത് അപ്പോളോ എന്ന് പറയുന്ന ഷെയർ അതും ഓപ്പണിംഗ് താഴെ നിന്ന് പ്രീവിയസ് ഡേ ഹൈ അടിച്ച് മുകളിൽ പോയിട്ട് തിരിച്ച് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് 238 റേഞ്ച് എൻട്രി കൊടുത്താൽ 134 വീണ്ടും തിരിച്ചത് 240 വരുന്നുണ്ട്. പക്ഷേ ഹൈ അടിക്കുന്നത് നമ്മൾ ഇതിൻ്റെ മുകളിലായിരിക്കും. ഇത് നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്ത് 238 എൻട്രി എടുത്താൽ വീണ്ടും അത് അതേ ലെവലിൽ കുറേ നേരം നിന്നതിന് ശേഷം നല്ലതായിട്ട് ഇറങ്ങിപ്പോയി 230 ഇവിടുന്ന് 230 ഏകദേശം 8 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോകുന്നില്ല. നല്ല പ്രോഫിറ്റ് അവിടെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനുശേഷം TBZ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ഹെവി മൂവ്മെൻറ്റിൽ താഴെ നിന്ന് ഓപ്പണായി മുകളിൽ പോയി പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു. തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ ഇവിടെ എൻട്രി എടുക്കും. ഇവിടെ എൻട്രി എടുത്ത അടുത്ത ക്യാൻഡിലിൽ തന്നെ നമുക്ക് ഏകദേശം ഇവിടുന്ന് നമ്മളിവിടുന്നായിരിക്കും എൻട്രി എടുക്കുന്നത്. 142 റേഞ്ച് എടുത്താൽ നമുക്ക് അടുത്ത ക്യാൻഡിൽ 134 8 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് ഇടും. പിന്നെ ആവറേജായി വരുന്നുണ്ട്. വീണ്ടും തിരിച്ച് ലാസ്റ്റ് 132 റേഞ്ചിലൊക്കെ വന്നിട്ട് തിരിച്ച് ഒരു 136-137 റേഞ്ചിൽ ക്ലോസ് ആയിട്ടുണ്ട്. നല്ല പ്രോഫിറ്റ് ഇതിനകത്ത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനുശേഷം ഇൻഡോബുറാക്സ് എന്ന് പറയുന്ന ഒരു ഷെയർ അത് 2-3 പ്രാവശ്യം ചാൻസ് കൊടുത്തു. അതിനുശേഷം ലാസ്റ്റ് കയറിപ്പോയി. ഇവിടെ R1 കട്ട് ചെയ്തു. തിരിച്ചിവിടെ തന്നെ ഇറങ്ങുമ്പോൾ നമ്മൾ 204-4.5 എൻട്രി എടുത്താൽ 199 5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പോയി വീണ്ടും മുകളിൽ പോകും. മുകളിൽ പോയിട്ട് തിരിച്ച് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വീണ്ടും എൻട്രി എടുക്കും. എൻട്രി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഹൈ സ്റ്റോപ്പ് വീണ്ടും അത് അവിടുന്ന് 200 റേഞ്ചിൽ വീണ്ടും 4 രൂപ തരുന്നത്. വീണ്ടും അത് കുറേ കഴിഞ്ഞ് വീണ്ടും പോയി ഹൈ അടിച്ചിട്ട് വീണ്ടും തിരിച്ചിറങ്ങും. അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട ഒന്നിൽ അടുത്ത ലെവലിൽ പോകുക. അതല്ല എങ്കിൽ തിരിച്ച് താഴെ ഇറങ്ങുന്ന സമയത്തുണ്ട് ഇവിടെ വീണ്ടും ഇറങ്ങുന്ന സമയത്ത് വീണ്ടും എൻട്രി കൊടുക്കുക. ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. 2,000 രൂപയുടെയൊക്കെ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. നേരെ 197 വരെ വന്നു. അപ്പോൾ 7 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിച്ചു. പിന്നെ അതിനുശേഷം ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോഴത്തേന് ബൈങ് വന്നിട്ട് നല്ല രീതിയിൽ കയറിപ്പോയി. നാളെ ഈ ഷെയറിനകത്തൊക്കെ ചിലപ്പോൾ ഒരു R1 R2 റേഞ്ചിൽ നമുക്ക് നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഒന്ന് ഇതേ ഓയിൽ ഇന്ത്യ എന്ന് പറയുന്നൊക്കെ ഷെയർ. അപ്പോൾ നാളെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രേഡിങ്ങിൽ നമ്മൾ ഒരു ചാൻസ് വന്ന ഷെയറുകളൊക്കെ. അപ്പോൾ ഇനി നാളെ നമുക്ക് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷെയറുകളാണ് 22 ഷെയറുണ്ട്. ഇതിൽ ആവറേജിലൊന്നുമില്ല. എല്ലാ ആവറേജിന് മുകളിലാണ് ക്ലോസിങ്. അപ്പോൾ ആവറേജ് റേഞ്ച് വന്നിട്ട് താഴോട്ട് ഇറങ്ങാൻ ചാൻസ് ഉള്ളതൊന്നുമില്ല. നമുക്ക് നോക്കേണ്ടത് ഒന്നീ പ്രീവിയസ് ഡേ ഹൈ, ഈ ഹൈയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുവാണെങ്കിലോ അതല്ല എങ്കിൽ R1 R2 റേഞ്ച് വന്നിട്ട് ഇറങ്ങുന്ന ടൈമിലോ നമുക്ക് ചാൻസ് എടുക്കാം. ഇതിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ളത് ഒന്ന് ഹിന്ദു കോപ്പർ, പിന്നീട് ഈ ഓയിൽ ഇന്ത്യ, BML ഒക്കെ നോക്കി ചെയ്താൽ മതി. പിന്നെ ഈ വെർട്ടോസൊക്കെ ഈ R1 മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസാണ്. ടാർസനും ഓക്കെ ടാർസൺ ഇതെല്ലാം R1 R2 റേഞ്ചിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അപ്പോൾ
ഇത്രയും ഷെയറുകളേ ഉള്ളൂ. ഏകദേശം 22 ഷെയറുണ്ട്. എങ്ങനെ ആയാലും ഇതിനകത്ത് ഒരു 10 ഷെയറിനകത്തെങ്കിലും നമുക്ക് നല്ല ചാൻസ് കിട്ടും. അപ്പം എല്ലാവരും നോക്കി ചെയ്യുക. നാളെ എനിക്ക് തോന്നുന്നത് ഹൈ റേഞ്ചിൽ നിന്ന് ചിലപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ഹൈയിൽ പോയിട്ട് ലാസ്റ്റ് ടൈമിലായിട്ട് ഇറങ്ങാനാണ് ചാൻസ്. അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക. നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.